Welcome to Shalom Podcast. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംപിൾ റിഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ കുട്ടികളോടൊന്ന് ചോദിക്കട്ടെ, ഓർക്കാനാണോ മറക്കാനാണോ ഏറ്റവും എളുപ്പം? എല്ലാവരും പറയും ഓർക്കാനാണ് പാട്, മറക്കാൻ വളരെ എളുപ്പമാണെന്ന്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ അമ്മയുടെ മുഖം ഓർക്കരുത്, മറക്കണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അമ്മയുടെ മുഖം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ? അപ്പോൾ മറക്കാനാണ് സത്യത്തിൽ ബുദ്ധിമുട്ട്. നമ്മുടെ ബ്രെയിനില് ഒരു ഹാർഡ് ഡിസ്കില് ഒരു കണ്ടന്റ് കയറിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പോവില്ല. അതായത് നല്ല ഇംപ്രഷൻ അവിടെ വേണം. നമ്മളൊരു ഇഷ്ടികയുടെ കഷ്ണം എടുത്ത് പതുക്കെ ഒരു ഭിത്തിയിലേക്ക് എറിയുകയാണെങ്കിൽ ആ ഒരു ഭിത്തിയിൽ ഒരു ചെറിയ പാട് വരും. അത് തുടച്ചാൽ ചിലപ്പോൾ പോകുമായിരിക്കും. നല്ല ശക്തിയായിട്ട് എറിയുകയാണെങ്കിൽ നല്ല പാട് അവിടെ കിടക്കും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കുഴിയായിട്ട് വേണമെങ്കിൽ അവിടെ ഫോം ചെയ്യും. അത് ചിലപ്പോൾ മാഞ്ഞു പോകുന്നു വരില്ല. നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കിയാൽ ആ ഒരു ഇംപ്രഷൻ നമ്മുടെ ബ്രെയിനിലും ഉണ്ടാവും. നല്ല ആഗ്രഹത്തോടെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിലാണ് കാര്യം. ഈ നല്ല ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണമെന്ന ആഗ്രഹത്തിന്റെ ആ ഒരു ഫൗണ്ടേഷൻ ഇടുന്നതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. IAS IPS ഒക്കെ ആകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ? അതൊക്കെയല്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ? എങ്കിൽ ഇപ്പോഴേ തന്നെ അതിന്റെ ഒരു ഫൗണ്ടേഷൻ നല്ല കോൺസെൻട്രേഷനോട് കൂടി നിങ്ങൾ കെട്ടണം. നിങ്ങൾ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം, ശക്തമായിട്ട് ഗോൾസ് സെറ്റ് ചെയ്ത് അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം തന്നെ അതിലേക്കുള്ള വഴികളായിരിക്കും. നിങ്ങൾ വായിക്കുന്നതെല്ലാം അതിലേക്കുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും. നല്ല ആഗ്രഹം സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്, ഒരു നല്ല ലക്ഷ്യം സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതിന്റെ ആദ്യത്തെ കാര്യം. ആഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാനാണോ അതോ കഞ്ഞിയും പയറും കഴിക്കാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉറപ്പായിട്ടും നിങ്ങൾ പറയും ചിക്കൻ ബിരിയാണി ആണെന്നല്ലേ. ഈ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് നല്ല ഹെവി ഫുഡാണ്. അത് ദഹിക്കാൻ നല്ല പാടാണ്, നല്ല ക്ഷീണവും വരും. ഒരുപാട് ബ്ലഡ് സ്റ്റൊമക് വെസൽസിലേക്കൊക്കെ പമ്പ് ചെയ്യണം, അധ്വാനിക്കേണ്ടി വരും അതൊന്ന് ദഹിപ്പിക്കാനായിട്ട്. പക്ഷെ കഞ്ഞിയും പയറുമാണ് ശരീരത്തിന് ഏറ്റവും ദഹിപ്പിക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു സംഗതി. ഈ കഞ്ഞിയും പയറാണ്, വലിയ അധ്വാനം ഒന്നുമില്ല അതിന്റെ ദഹനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഇഷ്ടം ഈ രുചിയുള്ള ചിക്കൻ ബിരിയാണി ആണ്. നമ്മളോട് എന്താണെന്ന് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് ബ്രെയിനിന്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ ബ്രെയിന് ഏറ്റവും ഇഷ്ടം സിനിമ കാണാനായിരിക്കാം, മൊബൈലിൽ ഗെയിം കളിക്കാനായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും അത് തന്നെയായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിന്റെ ഇഷ്ടത്തിലേക്ക് നിങ്ങളുടെ സ്റ്റഡീസിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മുടെ ബ്രെയിനിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വലിയ ടയേർഡ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ കളിക്കുമ്പോൾ, കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആർക്കും വലിയ ക്ഷീണമൊന്നും തോന്നില്ല അല്ലെ? നല്ല എനർജിയാണ് കളിക്കാനായിട്ട്. അതിന്റെ കാരണം എന്താ? നമ്മുടെ ബ്രെയിൻ ഇഷ്ടമാണ് കളിക്കാൻ. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല, നമ്മൾ ക്ഷീണിക്കേയില്ല. ആ ഒരു ബ്രെയിനിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ സ്റ്റഡീസിന് നമ്മൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഓരോ സബ്ജക്റ്റും നമുക്കിഷ്ടമുള്ള സിനിമയാണെന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടെ പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ബ്രെയിനിന്റെ ഇംപ്രഷനിലേക്ക് വരാനായിട്ട് സാധിക്കും. പഠിക്കുന്ന വിഷയത്തോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചറോടും ഒരു സ്നേഹം ഉണ്ടാവണം. ഓരോ ചാപ്റ്ററിനെ ഓരോ പ്രിസൈസ് പോലെ, ഒരു കഥ പോലെ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഈ ടീച്ചേഴ്സിനൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറന്നുപോകില്ല. അവർ അതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും, കാരണം അവർ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളും നമ്മൾക്കുള്ള കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും അതവിടെ ഇംപ്രഷനായിട്ട് അവിടെ കിടക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും ചാപ്റ്റർ എടുത്ത് പഠിച്ച് അത് അച്ഛനോടോ അമ്മയോടോ അനിയനോടോ ഒന്ന് പോയി ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയാൽ
ഞാൻ നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ പോവാ എന്ന് പറഞ്ഞ് അത് ഒന്ന് കേട്ടിരിക്കാൻ പറയാം. ഒരു പ്രാവശ്യം പഠിപ്പിച്ച കാര്യം പിന്നെ നമ്മൾ മറക്കില്ല. ഇത് ഏറ്റവും വലിയൊരു ടെക്നിക്കാണ് പഠിക്കാനായിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ഇതൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഇനി നിങ്ങൾ വിളിച്ചിട്ട് ആരും വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് ക്ലാസ് എടുത്ത് നോക്കണ പോലെ നിങ്ങളൊന്ന് അതൊന്ന് പറഞ്ഞു നോക്കാം. കണ്ണാടി നമ്മളോട് പറയില്ലല്ലോ അത് നിർത്തി പോകാനായിട്ട്. അപ്പോ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആ സബ്ജക്ട് കയറാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതിയാണ്. നീതിസാരത്തിലെ ചില വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒരു 4 വരിയുള്ള ഒരു ശ്ലോകം പോലെ നമുക്കൊന്ന് കേൾക്കാം. കാകചേഷ്ട ഭഗോത്ഥാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരി ഗൃഹത്യാഗി വിദ്യാർത്ഥി പഞ്ചരക്ഷ. ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട 5 ഗുണങ്ങളെ കുറിച്ചാണ് ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാകചേഷ്ട ഭഗോത്ഥാനം ശ്വാനനിദ്ര തദൈവച അല്പാഹാരി ഗൃഹത്യാഗി വിദ്യാർത്ഥി പഞ്ചരക്ഷ. എപ്പോഴും ഒരു വിദ്യാർത്ഥിയായി മാറണം. ഇതിൽ ആദ്യം പറയുന്ന കാകചേഷ്ട എന്ന് പറയുന്നത് കാക്കയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയോ? കാക്ക എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മള് കാക്കയുടെ പരിശ്രമം, കാക്കയുടെ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ കാക്ക വെള്ളാരം കല്ലിട്ട് വെള്ളം പൊക്കിയ കഥയൊക്കെ നമ്മള് ഈ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. അത് തന്നെയാണ് കാക്കചേഷ്ട എന്ന് നമ്മൾ പറയുന്നത്. കാക്കയുടെ പരിശ്രമം, കാക്കയുടെ ബുദ്ധി, ആ ഒരു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഭഗോത്ഥാനമാണ്. ഭഗോത്ഥാനം എന്ന് പറയുന്നത്, ഭഗം എന്ന് പറഞ്ഞാൽ കൊക്കാണ്. കൊക്കിന്റെ ഏകാഗ്രത വേണമെന്ന് പറയും. കൊക്ക് 2-3 മണിക്കൂറൊക്കെ വെള്ളത്തിൽ നിന്നാലും ചെറിയ ചെറിയ മീനുകൾ ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല, അനങ്ങാണ്ട് നിൽക്കോടെ. അപ്പോ വലിയ മീൻ വന്നാൽ അത് വേഗം ചാടി അത് പിടിക്കും. നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകും തോറും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മളിലേക്ക് വരും പല സ്ഥലത്തു നിന്നും. നമ്മളപ്പോൾ ഡിപ്രസ്ഡ് ആകാതെ ഈ ഒരു കൊക്കിനെ പോലെ ഒരു ക്ഷമയോടുകൂടി നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഭഗോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ശ്വാനനിദ്രയാണ്. ശ്വാനൻ എന്ന് പറഞ്ഞാൽ എന്താ? നായയാണല്ലേ. ശ്വാനനിദ്ര, നായയുടെ ഉറക്കം. എങ്ങനെ നമ്മൾ സ്റ്റെപ്പ് വെച്ച് പതുക്കെ പതുക്കെ പോയാലും അതിന്റെ അടുത്തെത്തിയാൽ അത് എണീക്കും അല്ലെ. അത്രയും അലേർട്ടാണ് ഓരോ നായയും. അലേർട്ട്നെസ് ഉണ്ടാവണം എന്ന് പറയും. അത് നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യുമ്പോഴായാലും ചുറ്റുപാടുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാകണം. അടുത്തത് അല്പാഹാരിയാണ്. അല്പാഹാരി എന്ന് പറഞ്ഞാൽ കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കല് അത് മാത്രമല്ല കേട്ടോ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ്. ആവശ്യമുള്ളത് കാണാം, ആവശ്യമുള്ളത് മാത്രം കേൾക്കുക, എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് അല്പാഹാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗൃഹത്യാഗി എന്ന് പറയുന്നത് ഒരു പഴയ ഗുരുകുല സമ്പ്രദായമാണ്. ഇന്നത്തെ കാലത്തെ ഗൃഹത്യാഗി എന്ന് പറയുന്നത് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ, നമ്മെ പുറകോട്ട് വലിക്കുന്ന ചിലതുണ്ട്. അതാണ് കംഫർട്ട് സോണിൽ നമ്മൾ എപ്പോഴും ഇരിക്കാന്ന് പറയും. നമുക്ക് ഏറ്റവും ഇഷ്ടം 7 മണി 8 മണി വരെ ഉറങ്ങുന്നതാണ് അല്ല, അത് നമ്മുടെ ഏറ്റവും കംഫർട്ട് സോൺ ആണ് അല്ലെ. ചില ശീലങ്ങളുണ്ട്, മൊബൈൽ അഡിക്ഷൻസ് ഉണ്ട്, ചില ഫുഡുകളുണ്ട്. ചിലർക്ക് കുറച്ച് വഴി പോവാനും വണ്ടി വേണം, നടന്നു പോകുന്ന ആ ഒരു ശീലമേ ഇല്ല. അതൊക്കെ ചില ശീലങ്ങളൊക്കെ നമ്മുടെ കംഫർട്ട് സോൺ ആണ്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്നവർ തന്നെയാണ്. അപ്പോ ഈ ഒരു 5 ശീലങ്ങള്, കാകചേഷ്ട, കാക്കയെ പോലെ ആ ഒരു പരിശ്രമശാലിയായി ബുദ്ധിയുള്ള സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാകചേഷ്ട, ഭഗോത്ഥാനം, കൊക്കിനെ പോലെ ഏകാഗ്രതയുള്ള ആ ഒരു ആക്ടിവിറ്റി, അതുപോലെ തന്നെ ശ്വാനനിദ്ര, നായയുടെ ഉറക്കം, അല്പാഹാരി, നമ്മുടെ എല്ലാം തന്നെ ആവശ്യത്തിന് മാത്രം സംസാരിക്കാനും കാണാനും എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള ആ ഒരു സ്റ്റൈൽ, അതുപോലെ തന്നെ ഗൃഹത്യാഗി, നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ള ആ ഒരു ശ്രമമാണ് ഈ ഒരു ഗൃഹത്യാഗി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഠനത്തിലെ ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നല്ല ആഗ്രഹം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ സ്റ്റഡീസിനെ കൊണ്ടുവരണം. ആഗ്രഹത്തോടെ, ഇഷ്ടത്തോടെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ഓരോ ചാപ്റ്റേഴ്സും മനസ്സിലാക്കിക്കൊണ്ട് ആഗ്രഹത്തോടെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, എത്തിച്ചേരാനായിട്ട് സാധിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംപിൾ റീഷൻ.